6ാം IPL ട്രോഫി എന്ന മുംബൈ ഇന്ത്യൻസിന്റെ പ്രതീക്ഷകൾ തള്ളിക്കെടുത്തി പഞ്ചാബ് കിങ്സിന് ഫൈനൽ ടിക്കറ്റ്. ആവേശകരമായ രണ്ടാം ക്വാളിഫയർ മുംബൈയെ 5 വിക്കറ്റിന് ഞെട്ടിച്ചാണ് ശ്രേയസ് അയ്യരും സംഘവും 2016 ശേഷം ആദ്യമായി ഫൈനലിലേക്ക് കുതിച്ചത്. ചൊവ്വാഴ്ച രാത്രി നടക്കാനിരിക്കുന്ന കലാശപ്പോര് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവാണ് പഞ്ചാബിന്റെ എതിരാളികൾ. 204 റൺസിന്റെ വിജയലക്ഷ്യമാണ് പഞ്ചാബിന് മുംബൈ നൽകിയത്. ക്യാപ്റ്റന്റെ ഇന്നിംഗ്സുമായി ശ്രേയസ് മുന്നിൽ നിന്ന് പടനയിച്ചപ്പോൾ പഞ്ചാബ് 19 ഓവറിൽ 5 വിക്കറ്റിന് ടീമിനെ വിജയത്തിലേക്ക് നയിക്കുകയായിരുന്നു. വെറും 41 ബോളിൽ 5 ഫോറും 8 സിക്സും ഉൾപ്പെടെയാണ് അദ്ദേഹത്തിന്റെ ഗംഭീര ഇന്നിംഗ്സ്. നെഹാൽ വധേര 48ഉം ജോസ് ഇംഗ്ലിസ് 38ഉം വിജയത്തിന് നിർണായക പങ്കുവഹിച്ചു. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് അയക്കപ്പെട്ട മുംബൈ ഇന്ത്യൻസിന് 6 വിക്കറ്റുകൾ നഷ്ടത്തിലാണ് 203 റൺസിലെത്തിയത്. ഒരാൾ പോലും 50 കുറിക്കാതിരുന്നിട്ടും മുംബൈയുടെ ടോട്ടൽ 200 കടന്നുവെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. 44 റൺസ് വീതമെടുത്ത തിലക് വർമ്മയും സൂര്യകുമാർ യാദവുമാണ് ടീമിന്റെ പ്രധാന സ്കോറർമാർ. ജോണി ബെയർസ്റ്റോ തുടരെ രണ്ടാമത്തെ കളിയിലും മിന്നിച്ചപ്പോൾ നമാൻ ഡിർ ഒരിക്കൽ കൂടി ഫിനിങ്ങിൽ കസറി. മുംബൈയുടെ തുടക്കം അത്ര മികച്ചതായിരുന്നില്ല. രോഹിത് ശർമ്മയെ 3-ാം ഓവറിൽ തന്നെ അവർക്ക് നഷ്ടമായി. സർപ്രൈസ് ബൌളറായി എത്തിയ മാർക്കസ് സ്റ്റോയിൻസിനായിരുന്നു വിക്കറ്റ്. എന്നാൽ വൺ ഡൗണായി തിലക് വർമ്മയെ ഇറക്കാനുള്ള മുംബൈയുടെ തീരുമാനം വിജയം കണ്ടു. ബെയർസ്റ്റോ തിലക് ജോഡി 51 റൺസ് കൂട്ടിച്ചേർത്തോടെ മുംബൈ ശക്തമായി തിരിച്ചടിച്ചു. ബെയർസ്റ്റോയെ പുറത്താക്കിയ വിജയകുമാർ വൈശാഖാണ് പഞ്ചാബിന് നിർണായകമായ ബ്രേക്ക് ത്രൂ നൽകിയത്. 24 ബോളിൽ 3 ഫോറും 2 സിക്സും അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിലുണ്ടായിരുന്നു. പക്ഷേ 3-ാം വിക്കറ്റിൽ വീണ്ടും ഒരു 70+ റൺസ് കൂട്ടുകെട്ട് കണ്ടു. തിലകും സൂര്യയും ചേർന്ന് 72 റൺസാണ് അടിച്ചെടുത്തത്. വളരെ അഗ്രസീവായി അതിവേഗം 20 റൺസ് വാരിക്കൂട്ടിയുടെ മുംബൈയുടെ സ്കോറിംഗ് കുതിച്ചു. ടീം ടോട്ടൽ 142 വെച്ചാണ് സൂര്യ മടങ്ങിയത്. തൊട്ടടുത്ത ഓവറിൽ തന്നെ തിലകും ക്രീസ് വിട്ടു. തിലക് 26 ബോളിൽ 4 ഫോറും 3 സിക്സും അടിച്ചപ്പോൾ സൂര്യ 29 ബോളിൽ 2 ഫോറും 2 സിക്സുമാണ് അടിച്ചത്. നായകൻ ഹാർദിക് പാണ്ഡ്യ സ്ലോ ബാറ്റിംഗിലൂടെ നിരാശപ്പെടുത്തിയപ്പോൾ ഡിറിന്റെ മികച്ച ഫിനിഷിംഗ് മുംബൈയെ രക്ഷിച്ചു. 18 ബോളിൽ 7 ഫോർ ഉൾപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സ്. പഞ്ചാബിനായി അസ്മത്തുള്ള ഒമർ സായ് 2 വിക്കറ്റ് എടുത്തു. ടോസിന് ശേഷം പഞ്ചാബ് നായകൻ ശ്രേയസ് അയ്യർ ബൌൾ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ആദ്യ ക്വാളിഫയർ തോറ്റ ടീമിൽ ഒരു മാറ്റവുമായാണ് പഞ്ചാബ് ഇറങ്ങിയത്. സ്റ്റാർ ലെഗ് സ്പിന്നർ യുസ്വേന്ദ്ര ചൗഹൽ പ്ലേയിങ് 11 മടങ്ങിയെത്തി. മറുഭാഗത്ത് മുംബൈ ടീമിലും മാറ്റമുണ്ടായിരുന്നു. പരിക്കേറ്റ റിച്ചാർഡ് ഗ്ലീസന് പകരം റീസ് ടോസ് പ്ലേ കളിക്കുകയായിരുന്നു. നേരത്തെ ആദ്യ ക്വാളിഫയർ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനോട് സ്വന്തം തട്ടകത്തിൽ 8 വിക്കറ്റിന് തോറ്റതോടെയാണ് പഞ്ചാബിന് 2ാം ക്വാളിഫയർ കളിക്കേണ്ടി വന്നത്. RCB ഫൈനലിലേക്ക് കുതിക്കുകയും ചെയ്തു. അതേസമയം എലിമിനേറ്റർ കരുതരായ ഗുജറാത്ത് ടൈറ്റൻസിനെ വീഴ്ത്തിയാണ് ഹാർദിക് പാണ്ഡ്യയുടെ മുംബൈ ടീമിന്റെ വരവ്. 20 റൺസിലായിരുന്നു GTAക്കെതിരെ അവരുടെ ജയം.